ഹായ് ഫ്രണ്ട്സ്, ഐ എം പർവീൻ. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ക്ലാസ്സസുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആദ്യം തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഞാൻ എന്തുകൊണ്ട് ആദ്യം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ്. സോ വി ആർ മൂവിങ് ഇൻ ടു ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ഇത് വളരെ തുടക്കക്കാർക്ക് വേണ്ടിയായിട്ടുള്ള മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലോട്ടേക്കും ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു വേർഡ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെയോ ഒരു സർവീസിനെയോ കൃത്യമായിട്ട് അത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുകയും അതിലൂടെ ആ ഒരു പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും സെയിൽസ് കൂട്ടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്രങ്ങളിൽ വരുന്ന ആഡ്സ്, ടി വിയിൽ കാണുന്ന പരസ്യങ്ങൾ, നമ്മൾ ബസ് സ്റ്റോപ്പിൽ കാണുന്ന ഹോർഡിങ്സ്, ബാനേഴ്സ്, ഇതെല്ലാമാണ് പരസ്യങ്ങൾ എന്ന് പറഞ്ഞ ഈ മാർക്കറ്റിംഗിന്റെ ഒരു അപ് ചാനൽസ് അല്ലെങ്കിൽ ആ ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് ഇതേ സാധനം തന്നെയാണ്, ഇതെല്ലാം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. ഇനി വാട്ട് ഇസ് ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് പറയാം. ഇതേ കാര്യങ്ങൾ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ കസ്റ്റമേഴ്സിലേക്ക് ഒരു സർവീസിനെയോ പ്രൊഡക്റ്റിനെയോ ക്ലയൻസിലേക്ക് എത്തിക്കുകയും അവരെ കൊണ്ടത് വാങ്ങാനുള്ള ഒരു ആക്ഷൻ എടുപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സെയിം തന്നെ മാർക്കറ്റിംഗ് തന്നെ, പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയാസ് ആണ്. അത് മേ ബി സൈറ്റ്സ് ആവാം, സെർച്ച് എൻജിൻസ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം. ഈ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾസ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പ്രൊമോഷണൽ വീഡിയോസ്, ഫേസ്ബുക്ക് ആഡ്സ്, യൂട്യൂബിൽ കാണുന്ന വീഡിയോസ്, ഗൂഗിൾ ആഡ്സ്, ഇതൊക്കെ ഇതിന്റെ നല്ല കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം ഇതില് ബേസിക്കലി ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ആഡ്സ്, ഇതെല്ലാം കിടക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന ഒരു കാറ്റഗറിയിലാണ്. സോ വാട്ട് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഈ സർവീസസിനെയും ഈ പ്രൊഡക്ട്സിനെയും നമ്മൾ കറക്റ്റ് ഓഡിയൻസിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഒരു ബിസിനസ്സിനെയോ ബ്രാൻഡിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പം ഈ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവ എന്താണെന്ന് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അപ്പം ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് ബ്രാൻഡിനെ കുറിച്ചിട്ട് ആളുകളെ കൂടുതൽ അറിയിക്കാനും, ആളുകൾക്ക് കസ്റ്റമറിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും, പ്രൊഡക്ട്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യാനും, കൂടുതൽ ലീഡ്സ് ഉണ്ടാവാനും, കൂടുതൽ കച്ചവടങ്ങൾ ഉണ്ടാവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ബിസിനസ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒരു ബേക്കറി അവരുടെ കേക്സിന്റെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു ആൻഡ് അതുവഴി ആളുകൾ വാട്സപ്പിലൂടെ വന്ന് ഓർഡർ എടുക്കുന്നു. ഇതാണ് ശരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ ദിവസവും പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ കാണുന്നുണ്ടാവില്ലേ? നിങ്ങൾ കാണുന്ന ഒരു 3 ബിസിനസ്സുകളും ആൻഡ് നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ഇവിടെ താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ അടുത്തതിൽ വരുമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ്. Hope this video helped you, and please put forward your comments, suggestions, opinions, everything in this comment section. Thank you.